ചേട്ടാ നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശനിയാഴ്ചയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഞായറാഴ്ച 7 മണിക്ക് വൈകുന്നേരം എന്നാണ് പുറത്തു വരുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഇത്തവണ അധികാരത്തിലേറുമ്പോൾ അത് BJP സർക്കാരല്ല, ഇത് നരേന്ദ്രമോദി സർക്കാരല്ല, ഇത് NDA സർക്കാരാണെന്ന് പറഞ്ഞ് കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും അലമുറ ഇടുന്നുണ്ട്. വളരെ വിഷമത്തോടു കൂടിയാണെന്നെങ്കിൽ എങ്കിലും അവർ അലമുറ ഇടുന്നുണ്ട് കേട്ടോ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ നിലനിൽക്കില്ല. അതായത് നരേന്ദ്രമോദി സർക്കാരല്ല, ഇത് NDA സർക്കാർ അല്ല ആയതുകൊണ്ട് ഇത് നിലനിൽക്കില്ല. കാരണം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഷിൻഡെയും പോലെ, ഷിൻഡയെ നമുക്ക് മാറ്റി നിർത്താം, നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള ആൾക്കാർ വലിയ രീതിയിലുള്ള ഡിമാൻഡുകളാണ് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അവർക്ക് എന്താ കീ പൊസിഷൻസിൽ ഇരിക്കണം. ആ കീ പൊസിഷൻസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം നരേന്ദ്രമോദിക്ക് വരും എന്നുള്ള ഒന്നാമത്തെ കാര്യം. റെയിൽവേ ഒക്കെ ചോദിക്കുന്നുണ്ട് നിതീഷ് കുമാർ. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരാളെ മേച്ചു കൊണ്ടുപോകാൻ നരേന്ദ്രമോദി സഖ്യത്തിന് സാധിക്കില്ല, മോദി സർക്കാരിന് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ 5 കൊല്ലം, ഈ വരാൻ പോകുന്ന 5 കൊല്ലത്തിൽ ഈ സഖ്യം, നരേന്ദ്രമോദി ഇതുവരെ സഖ്യത്തിൽ നമ്മുടെ കേന്ദ്രത്തിൽ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ട്രോളുകൾ വരുന്നുണ്ട്. ആ ഒരു ചെറിയൊരു ട്രോളും കൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി ഈ ഓൺലൈൻ ട്രോളുകളാണ് കേട്ടോ. നരേന്ദ്രമോദി ചായക്കടക്കാരനായിരുന്നല്ലോ, ആ ചായക്കടക്കാരനായിട്ടുള്ള മോദി നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ചായ കൊണ്ടു കൊടുക്കുന്ന ട്രോളുകള്. പിന്നെ നമ്മുടെ എടാ കുഞ്ഞിരാമ, ഞാനിപ്പോ നിന്നോട് ചായ ചോദിച്ചോടാ, എടുത്തോണ്ട് പോടാ എന്നുള്ള നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയാണെന്ന് തോന്നുന്നു, തിലകൻ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താ തോന്നുന്നത്, ഈ സർക്കാർ, NDA സർക്കാർ ഈ സഖ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്? മനുഷ്യ ഈ ഒരു 3 പതിറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം സഖ്യകക്ഷി സർക്കാർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒറ്റയ്ക്കൊരു കക്ഷിയും അധികാരത്തിൽ വന്നിട്ടില്ല, സഖ്യകക്ഷികൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന് LDFന്റെ സർക്കാരിലെ UDFന്റെ സർക്കാർ എന്ന് പറയും. പിന്നെ നമ്മൾ പറയും CPM ഭരിക്കുന്നു എന്ന് പറയും, അല്ലേ? ഇത് തന്നെയാണ് ഉം. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ നടന്നത്. NDA ആണ് അവർ. അതെ. അതൊരു അലയൻസ് നമ്മൾ ഉം. ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്കൊരു സീറ്റ് ഫുള്ള് മെജോറിറ്റി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടോ ഇല്ല, അങ്ങനല്ല. സഖ്യങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്തെ ഘടകകക്ഷികൾക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നേരത്തെ തയ്യാറാക്കുന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് സഖ്യം രൂപീകരിക്കുന്നത്. ഈ ഉം. സഖ്യത്തിൽ ഒരു നേട്ടം BJPക്ക് ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ കോട്ടമുണ്ടായാലും ഈ സഖ്യത്തിന്റെ ഒരു രീതിയുണ്ട് ഇതിൽ. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കുറച്ചുകൂടെ സീറ്റ് കൂടി മേജർ പവർ വന്നു കഴിഞ്ഞാൽ ഒരു വലിയേട്ടൻ മനോഭാവം വരാം, സ്വാഭാവികം. അത് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സഖ്യ സർക്കാരുകൾ തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. NDA 2 തവണ മോദി ഭരിക്കുന്നത് സഖ്യ സർക്കാരിൽ കൂടെ തന്നെയാണ്. അവർക്ക് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സഖ്യകക്ഷികൾ കുറെ എണ്ണം പോയി. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്, ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ തവണ BJPയുടെ സർക്കാർ 282 സീറ്റാണ് അവർക്ക് ലഭിച്ചത്, BJPക്ക് ഒറ്റയ്ക്ക്, അവർ NDA സഖ്യം. ഈ സീറ്റ് കുറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? ഇവർ അധികാരത്തിൽ കയറുമ്പോൾ 282 സീറ്റ് ഉണ്ടായിരുന്നു, ഈ സീറ്റ് കുറഞ്ഞു. ഉം. ഉം. ഈ സീറ്റ് അടുത്ത ഒരു 2 വർഷത്തിന് 3 വർഷത്തിനിടയ്ക്ക് ആ സീറ്റ് അവരുടെ ഭൂരിപക്ഷം താഴെ പോയി. അവർ ഉം. മെജോറിറ്റിയുടെ അടുത്ത് വരെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? കാരണം പിന്നീട് നടന്ന BJP സർക്കാർ, അതായത് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ, അതായത് BJP, പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് എന്റെ ഒരു ഡൗട്ട്, ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം, കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു ഡൗട്ട് കാണും. അതായത് BJPക്ക് ഒറ്റയ്ക്ക് 282 കഴിഞ്ഞ തവണ കിട്ടി. ഉം, ഓക്കെ, ഞാൻ ഇല്ലേ? 303 എന്റെ ഓർമ്മ. 303 ആ, സീറ്റ് BJPക്ക് കിട്ടിയെന്നാണ് എന്റെ അല്ല, സോറി, ഇതല്ല, 2014 കാര്യം ഞാൻ പറഞ്ഞു. ക്ഷമിക്കണം, 14. 2014 അതാ 280, ഓക്കെ. ഓക്കെ. 2014 282 സീറ്റ്. അവരുടെ ഭൂരിപക്ഷം 282 താഴെ പോയി. അവരുടെ ആ ഒറ്റയ്ക്കുള്ള മെജോറിറ്റി പോയായിരുന്നു. അത് ആരെങ്കിലും അറിഞ്ഞു? കാരണം അതിനുശേഷം അനവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതായത് പാർലമെന്റിലേക്ക്, അതായത് ഇവരുടെ MP മാർ തന്നെ മരണപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ പലതിലും അവർ തോറ്റു. ഈ 282 എന്നുള്ള സംഖ്യ പിന്നീട് അവർക്ക് ഇല്ലായിരുന്നു. പിന്നീടാണ് അവർ പതുക്കെ പിക്കപ്പ് ചെയ്ത് വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതെ ഈ അതെ അതെ ഇത് അതെ. അപ്പം ഇതാരും അറിഞ്ഞില്ലല്ലോ. ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു? ആരും ആക്കിയിട്ടില്ല. അർത്ഥമാക്കില്ല. 303 എന്നുള്ളത് ഒക്കെ അത് പുതിയ ഈ 2019 അപ്പോ ഈ സഖ്യകക്ഷി സർക്കാർ തന്നെയാണ് എല്ലായിടത്തും ഭരിക്കുന്നത്. സഖ്യകക്ഷികൾ രൂപീകരിക്കുന്നത്, അത് കേരളത്തിലായാലും എവിടെയായാലും സഖ്യകക്ഷികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. അല്ലാതെ ഇപ്പം നമ്മളെല്ലാം കൂടെ ചേർന്ന് മത്സരിക്കുന്നു, എനിക്ക് കുറച്ച് കൂടുതൽ സീറ്റ് കിട്ടിയെന്ന് കരുതി ഈ സഖ്യകക്ഷികളെ തള്ളിക്കളയത്തില്ല. പിന്നെ നമുക്കൊരു ഒരു മെജോറിറ്റി ഉള്ളപ്പോൾ നമുക്കൊരു പവർ കിട്ടും. ഏത് രാജ്യത്തായാലും ഒറ്റ കക്ഷി ഭരിക്കുന്നതാണ് ആ രാജ്യത്തിന് ഗുണകരം. സഖ്യകക്ഷികൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു 2024 ഈ പുതിയ മോദി സർക്കാർ, 3ാം മോദി സർക്കാരിന് കുറച്ചുകൂടി ശ്രദ്ധയോടെ മുൻപോട്ട് പോകേണ്ടി വരും. കാരണം ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ വിഷയങ്ങളിലും അവരുടെ പാർട്ടിയുടേതായ ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് മോദി സർക്കാർ വളരെ സൂക്ഷ്മതയോടെ പോകേണ്ടതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സർക്കാർ എന്ന് പറയുന്നത്
അതിന് തൊട്ട് മുമ്പുള്ള സർക്കാരിന്റെ തുടർച്ചയാണ്. അതെ. അത് തുടർച്ചയായിട്ട് പോയെങ്കിൽ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ കാണുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾ അടുത്ത സർക്കാർ വരുമ്പോൾ പാടെ മാറ്റിമറിക്കുകയാണ്. സാധാരണ അങ്ങനെയല്ല. ഈ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ. ഒരു സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് അടുത്ത സർക്കാർ അതിനെ പിന്തുടർന്ന് പോകും. അതായത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കേരളത്തിന്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പാർപ്പിട പദ്ധതി, അദ്ദേഹം അത് കൊണ്ടുവന്നു, അതിന് തറക്കല്ലിട്ടു. ഇതിനകത്ത് കുറെ എതിർപ്പുകളൊക്കെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പ്രതിപക്ഷം, അതായത് CPM വീണ്ടും അധികാരത്തിൽ കയറുമ്പോൾ ഈ പദ്ധതികളെ പാടെ മറിച്ചുകൊണ്ട് അവർ പുതിയൊരു പദ്ധതിയാണ് കൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഫൗണ്ടേഷൻ കെട്ടിയെടുത്ത് തന്നെ നിൽക്കുക, മുകളോട്ട് കെട്ടിപ്പോകുന്നില്ല. ഇവര് പുതിയൊരു പദ്ധതി കൊണ്ടിരുന്നു, പുതിയ കോൺട്രാക്ട് വിളിക്കുന്നു, അത് കുറെ എന്തൊക്കെയും അഴിമതി കാര്യങ്ങൾ നടക്കുന്നു, അത് അങ്ങനെ പോകും. ആ പദ്ധതി എങ്ങും എത്തുന്നില്ല. വീണ്ടും ഈ ഉമ്മൻചാണ്ടി സർക്കാർ തിരികെ വരികയാണെങ്കിൽ, ഉമ്മൻചാണ്ടി അല്ല, ഇപ്പൊ അദ്ദേഹം ഇല്ല, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രമേ. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഇപ്പൊ VD സതീശനോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, കോൺഗ്രസ് നേതാവ്, വീണ്ടും അവരെന്ത് ചെയ്യും, വീണ്ടും പഴയ പദ്ധതികൾ കൊണ്ടുവരുന്നു. ഈ പദ്ധതി ഇതല്ല ശരിക്കും പറഞ്ഞാല് സർക്കാരുകൾ മാറുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണക്കാർ മാത്രമാണ് മാറുന്നത്, സിസ്റ്റം മാറുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ BJP ഭരിക്കുന്നതും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പാർലമെന്റിൽ വരുത്തിയ നിയമഭേദഗതികൾ, അതിന് നിയമങ്ങൾ, അവരൊപ്പിട്ട കരാറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തുടർച്ച തന്നെയാണ്. അല്ലാതെ പാടെ മറിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പാടെ മറിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മുഴുവൻ തകിടം പറയുന്നത്. ഇപ്പൊ BJP സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖല സാമ്പത്തിക രംഗത്ത് തന്നെയാണ്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യ 3ാമത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥയാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 5ാം സ്ഥാനത്താണ്, അത് 3-ലെത്തും എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള ഒരു എന്താ പറയുന്നത്, ചില സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ തുടർന്ന് വന്ന സാമ്പത്തിക നയങ്ങൾ അവർക്ക് തുടരേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ എന്ത് പറ്റും, വീണ്ടും നമ്മളൊരു 10 വർഷം പുറകോട്ട് പോകേണ്ടി വരും. പ്രതിരോധ രംഗം, അതുപോലെ തന്നെ ആഭ്യന്തര രംഗത്തെ കാര്യങ്ങൾ, റെയിൽവേയിൽ ഉണ്ടായ പുരോഗതി, റോഡ് വികസനം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുൻപ്, അതായത് 2014 2019 ഇന്ത്യയുടെ BJPയുടെ ഒരു നില, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഇപ്പോഴത് പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ ഇവിടെ BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യസഭയിൽ അവർക്ക് മേൽക്കൈയുണ്ട്. അതായത് ഈ പാർലമെന്റിൽ പ്രതിപക്ഷം എത്ര കിടന്ന് തുള്ളിയാലും, ഈ ഭരണം മറിച്ചിട്ടാലും, ഈ പ്രതിപക്ഷം കൊണ്ടിരുന്ന ബില്ലുകൾ രാജ്യസഭയെ പാസ്സാക്കി എടുക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. കാരണം മുൻപ് 2019 തുടക്കത്തിലൊക്കെ രാജ്യസഭയിൽ അല്ലെങ്കിൽ BJPക്കൊക്കെ വലിയ പവർ ഇല്ലായിരുന്നു. അവരെ ഈ YSRന്റെയും ബിജു ജനതാദളിന്റെയും ഒക്കെ ഒരു ഹെൽപ്പിലായിരുന്നു അവർ പല ബില്ലുകളും പാസ്സാക്കി. ഇപ്പോഴവർക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ഏതാണ്ട് ഒരു മെജോറിറ്റി അവർ രാജ്യസഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ കൂടെ കട്ടക്ക് നിന്ന ചില ഘടകകക്ഷികളുണ്ട്, TDP ഒന്നും അല്ല, മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രയാസകരമായ, അതൊരു അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. പിന്നെ ഈ ധനുഷ് ചോദിച്ചതുപോലെ തന്നെ ഘടകകക്ഷികൾക്ക് കുറച്ചുകൂടി പ്രാധാന്യമുള്ള സർക്കാർ ആയതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ എല്ലാവരും സംശയത്തിൽ നോക്കുന്ന ഒരാള് ഈ പറയുന്ന നിതീഷ് കുമാർ, അദ്ദേഹം ഉടനടി പോകാൻ സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സഖ്യകക്ഷി സർക്കാരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, AB വാജ്പേയിയുടെ കാലത്തൊക്കെ ഈ 28ഉം 27ഉം ഒക്കെ ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഈ വാജ്പേയിയുടെ കാലത്തൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. പക്ഷെ അന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പൊക്രാനിലെ അണു ബോംബ് പരീക്ഷണമൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞു. പക്ഷെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം അഴിമതി കൊടികുത്തി വളർന്ന് ഈ രാജയും കനിമൊഴിയൊക്കെ കിടന്ന് മേയാൻ കാരണം എന്താണ്? ഈ ഘടകകക്ഷികൾക്ക് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം, ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യതകൾക്ക് കുറവാണ്. കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ 2 കാര്യങ്ങളുണ്ട്, തന്ത്രവും ഉണ്ട്, കുതന്ത്രവും ഉണ്ട്. BJPക്ക് പണ്ടും കുതന്ത്രത്തിന് തലയുള്ളവരുണ്ടായിരുന്നു. പ്രമോദ് മഹാജനെ പോലെയൊക്കെയുള്ള നല്ല ബ്രില്യന്റ് ആയിട്ട് കുതന്ത്രത്തിന്റെ ആശാന്മാരുണ്ടായിരുന്നെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു മിഷനറി അവർക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല ഉള്ളത്. തന്ത്രവും അതിലേറെ കുതന്ത്രങ്ങളും നന്നായി അറിയാവുന്ന പരിണതപ്രജ്ഞരായിട്ടുള്ള ഘടാഘടിയന്മാരെ പോലെ നിൽക്കുന്ന ഒരു വലിയ സംഘമാണ് ഇന്ന് BJP എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം എന്ന് നന്നായിട്ട് അവർക്ക് അറിയാം. അത് എവിടെ പിടിക്കണം, എവിടെ കൊളുത്തണം, ഏത് സമയത്ത് ഈ കൊളുത്ത് വലിക്കണം എന്ന് അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാവുന്നവരായതുകൊണ്ടാണ് ഈ BJPയുടെ നേതാക്കൾക്കൊന്നും വലിയ ടെൻഷൻ ഇപ്പോഴില്ലാത്തത്. അവരുടെ ഏറ്റവും വലിയ ബലം മോദി തന്നെയാണ്. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ വരുമ്പോൾ BJPയുടെ ചില പറയും മോദിയുടെ ഒരു സ്വച്ഛാധിപത്യം അതാണ് ഇതാണ്. പക്ഷെ മോദിയും അമിത്ഷായും തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഒരു കൃത്യമായ അച്ചുതണ്ട് ചലിപ്പിക്കുന്നത്.
ഇത് ഉം. ഞാനൊരു വലിയ ഒരു കോമഡി പറയാം. ഞാൻ ഈ ഇലക്ഷന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ഈ നാഷണൽ മീഡിയാസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ സുഹൃത്ത് എന്നോട് പറയുന്നത് അമിത്ഷായെ കാണുന്നില്ലേ മീറ്റിങ്ങിനൊന്നും, പുള്ളിയെ കുറെ നേരം ഉം. ഒന്നും കാണുന്നേ ഇല്ല. കാരണം രാജ്നാഥ് സിംഗുമായിട്ട് ഘടാഷ് മീറ്റിംഗ് നടത്തുന്നു, മോദിയായിട്ട് മീറ്റിംഗ് നടത്തുന്നു, നദ്ദയായിട്ട് നടത്തുന്നു, അമിത്ഷാ. അപ്പം അവിടെ ഇരുന്ന അടുത്തൊരു സുഹൃത്ത് പറയുന്നത് അറിയാം, അങ്ങനെ കാണുന്നില്ല, സൂക്ഷിച്ചോ, ആരെയോ പൊക്കാൻ പോയതാണ്. അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് ആരെയോ പൊക്കാൻ പോയിട്ട് എന്തോ അയാൾ ഒരു പണി നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ കാരണം ഇല്ലെങ്കിൽ ഈ മീറ്റിങ്ങിലൊക്കെ സജീവമായിട്ട് നിൽക്കേണ്ട മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് അയാൾ മുങ്ങുന്നുണ്ടെങ്കിൽ ആരെയോ ഇതായിട്ട് ഘടകകക്ഷി എന്ന് പറയുന്ന ഒരു ഈ സാധനം, ആ ഒരു ഫീല്. കോൺസ്പിറസി ഈ കോൺസ്പിറസി തിയറീസ് വരുന്നത് അമിത്ഷായും നരേന്ദ്രമോദി ഇപ്പൊ വേദികളിൽ കാണാത്തത് കൊണ്ട് തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അതിന്റെ ഒരു തിക്തഫലം കൂടെയാണ് ഇത്തവണ BJPക്ക് 272 സീറ്റ് ഒറ്റയ്ക്ക് തയ്ക്കാൻ പറ്റാത്തത് എന്ന രീതിയിൽ ഒരു കോൺസ്പിറസി തിയറീസ് പ്രതിപക്ഷം പടച്ചുവിടുന്നുണ്ട്. അല്ല, പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മീഡിയാസ്, അതായത് പ്രതിപക്ഷ ഓൺലൈൻ ചാനലുകൾ വളരെ ശക്തമായിരുന്നു. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ വലതുപക്ഷത്തുള്ളതോ ഉം. സംഘപരിവാറിലുള്ളതോ ആയ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും ആ മാധ്യമങ്ങളെ ഉം. പിന്തുണച്ച് മുൻപോട്ട് വരുന്നതിൽ BJP നേതൃത്വം ഇല്ല, സംഘപരിവാർ നേതൃത്വം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഉം. ഇപ്പോഴും ആ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ സോഷ്യൽ മീഡിയകളും അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ മികച്ചു നിൽക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഉം. ഇല്ലെങ്കിൽ അതിനെ ഉം. പ്രതിരോധിക്കാൻ വരുന്നവരുടെ മീഡിയാസിനേക്കാൾ മറ്റവർ മികച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ നോക്കുന്ന മാധ്യമങ്ങൾ അതിൽ ഭൂരിപക്ഷവും ഇത്തരത്തിലേക്ക് നീങ്ങും. ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ സോറോസസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതും അതിനകത്തേക്കൊക്കെ സംശയങ്ങൾ ഉം. നീളുന്ന ഒരു കാര്യം അതാണ്. അത് സോഷ്യൽ അതെ 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 മീഡിയയുടെ അതെ. ഒരു അങ്ങനെയുണ്ട്. അത് കള്ളങ്ങൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുന്നു. അത് നന്നായി തന്നെ ഉം. പ്രതിപക്ഷം ഉപയോഗിച്ചിരുന്നു. അത് വലിയ വൈഡായിട്ട് ഉം. അല്ലെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള യൂട്യൂബ് ചാനൽസ്, ഓൺലൈൻ ചാനലുകൾ കൂടെ ഉം. അത് അവർ വലിയ നല്ല രീതിയിൽ അതിനെ ആ, പ്രചരിപ്പിക്കാൻ ഉം. അവർക്ക് കഴിഞ്ഞു. അപ്പൊ അതിനെ ഉം. പ്രതിരോധിക്കേണ്ട അവർ തന്നെയാണ് അത് പോയി കണ്ടിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് അതെ അതിനകത്ത് ഒരു അതെ. കുഴപ്പം. അതിന്റെ ഈ ഉം. വലതുപക്ഷത്തിനോട് അനുഭവിച്ച് നിൽക്കുന്ന മീഡിയാസിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിപ്പോയ ഒരു പരാജയം. ഇല്ലെങ്കിൽ അതിന് ഒരു പ്രചാരം കൊടുക്കുക, അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുന്നേറാൻ പറ്റിയത്. അവരത് ശ്രദ്ധിച്ചില്ല. അവർ കരുതിയത് മോഡി 400 കൊണ്ട് വരും എന്നുള്ളൊരു ഇതിൽ നിന്നത് കൊണ്ടായിരിക്കാം ഒരു അതായത് പക്ഷെ. ആ, ബിചേട്ടാ, നമ്മുടെ ഇനി നമുക്ക് നമ്മുടെ ഈ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലോട്ട് നരേന്ദ്രമോദി കടക്കാൻ പോവുകയാണ്. അപ്പൊ മോദിക്ക് വലിയ തലവേദന ഈ TDPയും നിതീഷ് കുമാറും ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് അത്ഭുതം തോന്നിയത് നിതീഷ് കുമാർ പിടിച്ച പിടി നിൽക്കുകയാണ്, എനിക്ക് റെയിൽവേ കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു കാര്യത്തിൽ. നമ്മുടെ റെയിൽവേയിൽ വരുന്ന അഭൂതപൂർവമായിട്ടുള്ള വികസനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിതീഷ് കുമാർ പറയുന്നത് എനിക്ക് റെയിൽവേ കിട്ടണം, റെയിൽവേ കിട്ടിയേ പറ്റൂ. വേറൊരു സ്ഥലത്ത് റിപ്പോർട്ടുകൾ വരുന്നത് ഇല്ല, തരാൻ പറ്റില്ല എന്നാണ് BJPയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പിന്നെ TDP ആണെങ്കിൽ പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ TDPക്ക് ആന്ധ്ര എന്ന് പറയുന്നത് പ്രത്യേക സംസ്ഥാന പദവി വേണം, വേറൊരു തരത്തിൽ അത് വേണമെന്ന് പറയുന്നു. നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിതീഷ് കുമാറിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ബീഹാറിൽ നിതീഷ് കുമാർ വെച്ച ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് ബീഹാറിൽ ഈ നമ്മളിപ്പോ ബീഹാറിൽ NDA സഖ്യമായിട്ടാണ് ഭരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒരു സീറ്റ് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ ഇനി BJPക്കാര് ബീഹാറിൽ വരണ്ട, നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തല്ല, MLA ആയിട്ട് വേണമെങ്കിൽ വന്നിരുന്നോ, ഞങ്ങളുടെ ആൾക്കാരായിരിക്കും അവിടെ മുഴുവനും പാർട്ടി മുഴുവനും മന്ത്രിമാരാകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട. അപ്പൊ നിതീഷ് കുമാർ കഴിഞ്ഞ തവണ നമുക്കറിയാം ബീഹാറിലെ നിതീഷ് കുമാറുമായിട്ട് NDA സഖ്യം എപ്പോഴൊക്കെ നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും സീറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സുശീൽ കുമാർ മോദിയൊക്കെ അവിടെ അതിഗംഭീരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അവസാനം വന്നപ്പോഴും നിതീഷ് കുമാറിന് അതിഗംഭീരമായിട്ട് സീറ്റ് കുറഞ്ഞു. അപ്പൊ നിതീഷ് കുമാറിന് ഒരു ഭയം ഉണ്ടായിരുന്നു, അതായത് മൊത്തത്തിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ വരുമോ, എനിക്ക് പ്രസക്തി ഇല്ലാതാകുമോ എന്നുള്ളൊരു സ്ഥലത്ത് നിന്നും നിതീഷ് കുമാറിന് ജാക്ക് പോട്ട് അടിച്ചതുപോലെയായി ഇപ്പോ നരേന്ദ്രമോദി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതായ പോലെ. അപ്പൊ ഈ നിതീഷ് കുമാർ ഇത് ഈ ഒരു സിറ്റുവേഷൻ, ഈ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്നുള്ള ഒരു ആ സാധനം നല്ലപോലെ ഉപയോഗിക്കുന്നില്ലേ? അല്ല, നിതീഷ് കുമാർ മാത്രമല്ല TDPയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം BJP സംബന്ധിച്ച് ആഭ്യന്തരം, അതുപോലെ തന്നെ വിദേശകാര്യം, അതുപോലെ ഉം. തന്നെ പ്രതിരോധം, ധനകാര്യം, ഉം. ഗതാഗതം, ഉം. റെയിൽവേ, ഈ 6 വകുപ്പുകൾ, പ്രത്യേകിച്ച് കൃഷി, ഈ 7 വകുപ്പുകൾ ഉം. അവര് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉം. പതിപ്പിച്ച് കഴിഞ്ഞ 10 വർഷമായി ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് അധിക ദൂരം മുൻപോട്ട് പോകാൻ കഴിഞ്ഞ വകുപ്പുകളാണ് ഇതെല്ലാം. അത് കൊടുക്കാൻ ഉം. സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ വകുപ്പുകളിൽ ഏതെങ്കിലും ഒക്കെ സഹമന്ത്രിമാരെ ഒരുപക്ഷെ ഈ പറയുന്ന TDPക്കോ JDUവിനോ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉം. പക്ഷെ ഉം. എന്നിരുന്നാൽ പോലും ഈ TDPക്കും JDUവിനും
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാബിനറ്റ് പദവികൾ കൊടുത്തേ മതിയാകുള്ളൂ. അതായത് ഇപ്പോൾ മതിയാവും. ഞാനിപ്പോ ലേറ്റസ്റ്റ് കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ 5 മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്ന് പറഞ്ഞ TDP ഇപ്പോൾ 4ലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ BJP പറയുന്നത് 3 ക്യാബിനറ്റ് മന്ത്രിമാരും ഒരു സഹമന്ത്രിയും അതുകൂടാതെ ഉം. പവൻ കല്യാൺ ഒരു മന്ത്രിയും കൂടെ ആകുമ്പോൾ ഏതാണ്ട് 5 മന്ത്രിമാരെ, പവൻ കല്യാൺ കൂടെ വരുമ്പോൾ 4 ക്യാബിനറ്റ് മന്ത്രിമാരായി. 4 ഉം. ക്യാബിനറ്റ് മന്ത്രിമാര്, ചന്ദ്രബാബു നായിഡുവിന് ഒരു സഹമന്ത്രി കൊടുക്കുമ്പോൾ 5 മന്ത്രിമാരായി. ഇത് കൂടാതെ BJP അവരുടെ ഒരു ലീഡറിന്, BJPക്ക് ഒരു നേട്ടം ഉണ്ടായല്ലോ നിയമസഭയിൽ ആന്ധ്രയിൽ. അപ്പൊ അല്ല, ഒരു അതിന്റെ കാര്യം കൂടെ ക്ലിയർ ഭാഗമായിട്ട് ചെയ്ത് പോവാം. പവൻ കല്യാണിനെ ഇപ്പോ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എടുക്കാൻ പോവാണോ? ഞാനൊരു വാർത്ത വായിച്ചത്, ചേട്ടന് അറിയാവുന്നുള്ളതെന്ന് ചോദിക്കുകയാണ്. പവൻ കല്യാൺ ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രി ആകും എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ കേന്ദ്ര പവൻ ക്യാബിനറ്റിലേക്ക് പോവാണ് കല്യാൺ പവൻ കല്യാൺ? പവൻ കല്യാണിനെ മന്ത്രിയാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി, ഓക്കെ, ക്ലിയർ. പവൻ കല്യാണിനല്ല, പവൻ കല്യാൺ ജനസേന പാർട്ടി. ഒപ്പം തന്നെ BJP ഇപ്പോൾ ചിന്തിക്കുന്നത്, ആന്ധ്രയിൽ BJPക്ക് ഇപ്രാവശ്യം ഒരു നേട്ടം ഉണ്ടായിരുന്നു. ആന്ധ്ര നിയമസഭയിലൊക്കെ അവർക്ക് 3 സീറ്റ് കിട്ടുകയൊക്കെ വന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രയിലെ സംസ്ഥാന അധ്യക്ഷൻ, ആന്ധ്രയിലെ സംസ്ഥാന അധ്യക്ഷൻ ആരാന്നറിയാം ധനുഷ്? ഇല്ല. നമ്മുടെ ചന്ദ്രബാബു നായിഡുവിന്റെ ഇപ്പൊ ഇരിക്കുന്ന അധ്യക്ഷയുടെ ചന്ദ്രബാബു നായിഡു NTRന്റെ മരുമാനം, അധ്യക്ഷ NTRന്റെ മോളുമാണ്. ഇവര് തമ്മിൽ ക്ലാഷ് ആണ്, അടിപൊളി. കുടുംബപരമായിട്ട് ക്ലാഷ് ആണ് ഇവര്. ഇപ്പൊ ഈ ഫോർമുലയാണ് വന്നിരിക്കുന്നത്. ഇവർ കുടുംബപരമായിട്ട് ക്ലാഷ് ആണ്, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇപ്പം ഒരു മുന്നണിയിലാണല്ലോ ഇപ്പൊ ഇവര്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഫോർമുല എനിക്ക് തോന്നുന്നു അവരിപ്പോ BJP കൊണ്ടുവന്ന ഫോർമുല നല്ല ഫോർമുലയാണെന്ന് തോന്നുന്നു. കാരണം 3 ക്യാബിനറ്റ് ചന്ദ്രബാബു നായിഡുവിന്, ഒപ്പം തന്നെ ജനസേനയ്ക്ക് ഒരു ക്യാബിനറ്റ്, പിന്നെ ഈ BJPയുടെ പിന്നെന്താ ആന്ധ്രാപ്രദേശിന്റെ അധ്യക്ഷയ്ക്ക് ഒരു ഇത് ഏതാ ഒരു ക്യാബിനറ്റ്. അങ്ങനെ 5 ക്യാബിനറ്റ് കിട്ടി. ഒരു സഹമന്ത്രി കൂടി TDPക്ക് കൊടുക്കും. അപ്പൊ എത്ര 6 മന്ത്രിമാർ ആന്ധ്രയിൽ നിന്ന് ആയില്ലേ. ഇതിനകത്ത് നായിഡു എതിർക്കാൻ സാധ്യതയില്ല. കാരണം കുടുംബത്തിലേക്കാണ് ഒരു മന്ത്രിയോട് വരുന്നത്. എതിർത്ത് കഴിഞ്ഞാല് അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. അത് വീണ്ടും ഒരു ക്ലാഷിലേക്ക്, സംസ്ഥാന തലത്തിലെ BJP TDP പോരിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ജനസേനയും കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഇതിന് പോകില്ല. അങ്ങനെ 2 മന്ത്രിമാരെ BJPയുടെ ജനസേന സ്വാഭാവികമായിട്ട് BJPയുടെ ഒരു അലയൻസ് ആയിട്ട് പണ്ടോട്ടെങ്കിൽ നിൽക്കുന്ന ഒരു കക്ഷി, B ടീം പോലെ പ്രവർത്തിച്ചത്. 2019 അവര് വേറെ മുന്നണി രൂപീകരിച്ചെങ്കിൽ B ടീമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആന്ധ്രയുടെ BJPയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഈ ജനസേനയുടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടെ വരുമ്പോൾ ഇപ്പുറത്തൊരു ചെക്ക് വെക്കാനുള്ള ഓപ്ഷൻ മോദി വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു നീക്കം. അതാണ്, അതായത് 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആർക്ക് കൊടുക്കുന്നു? തെലുങ്ക് ദേശത്തിന് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ 2 വെച്ചിട്ടുണ്ട്. അതായത് ഈ 2 പേരെ കൊണ്ട് നടത്തും പണി. മീൻസ് ആന്ധ്രയില് ഇവരുടെ ഡെവലപ്പേഴ്സും കേന്ദ്രമന്ത്രിമാരെന്നുള്ളത് ഇവരുടെ പെർഫോമൻസ് ഉണ്ട്, അവരുടെ പെർഫോമൻസ്. അതുകൊണ്ട് ആ ഒരു ഈക്വലൈസേഴ്സാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നായിഡു എതിർക്കാൻ സാധ്യത കാണുന്നില്ല ഈ ഒരു ഫോർമുല ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊരു പ്രധാനം. പിന്നെ നായിഡു ചോദിച്ച വകുപ്പുകൾ കൊടുത്തില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിന് ഏതെങ്കിലും 1-2 കൊടുത്തേ പറ്റൂ. ഇപ്പൊ ഒരു നഗരവികസനമോ അല്ലെങ്കിൽ നഗരാസൂത്രണമോ അല്ലെങ്കിൽ അതേപോലുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് കൊടുത്തേ പറ്റൂ. കാരണം അവിടുത്തെ അതിനകത്ത് ഒരു രണ്ടാമനാണ്, പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ അതിനകത്ത് അവിടെ നിലനിൽക്കുന്നു. അല്ല BJPക്ക് ഇപ്പൊ 2014-ലും 2019-ലൊക്കെ ചെയ്ത് നമുക്ക് പടയെ തഴഞ്ഞുകൊണ്ട് ഒന്ന് പോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. പിന്നെ നിതീഷ് കുമാറിന്റെ ഒക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നിതീഷ് കുമാർ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ പഴയ നിതീഷ് കുമാർ അല്ല ഇപ്പോഴുള്ളത്. പണ്ട് ആർജവത്തോടെ നിതീഷ് കുമാർ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ ചടാൻ MPമാരും പാർട്ടി നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത് ഇല്ല എന്നുള്ള കാര്യം നിതീഷിന് നന്നായിട്ട് അറിയാം. കാരണം നിതീഷ് കുമാർ പോയാൽ ഉറപ്പായും ആ JDU പിളരും. കാരണം അത് നമുക്കറിയാം. ഇടയ്ക്ക് നിതീഷ് കുമാർ ദേശീയ പാർട്ടി ആകാൻ വേണ്ടി ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അവര് പിന്നെ ത്രിപുരയിലും ഒക്കെ അവർ മത്സരിക്കുകയും 1-2 സ്ഥലങ്ങളിലൊക്കെ പലയിടത്തും ജയിക്കുകയൊക്കെ ചെയ്തു. ആ MLA-മാരൊക്കെ എവിടെ പോയി? BJP റാഞ്ചിക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു സ്ഥലത്തില്ല. ഇപ്പൊ ബീഹാറിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബീഹാറിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ഇപ്പൊ ഈ ചിരാഗ് പാസ്വാൻ വന്നിട്ട് LJP, ഈ LJPക്ക് നേരത്തെയും സീറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഈ ചിരാഗ് പാസ്വാൻ ഇല്ലായിരുന്നു. ചിരാഗ് പാസ്വാന്റെ ആ LJPയെ തന്നെ മൊത്തത്തിൽ റാഞ്ചിക്കൊണ്ടും പിന്നെ അതിനെ മുറിച്ചു കൊണ്ടുമാണ് BJP ഈ 2019 ഭരിച്ചത്. അപ്പോഴും ചിരാഗ് പാസ്വാൻ അവർ തള്ളിയില്ല, ഒരു സൈഡിൽ നിർത്തിയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ചിരാഗ് പാസ്വാൻ ഫുൾ പവറിലേക്ക് വരുന്നത്, അവരുടെ കൂടെ നിർത്തുന്നത്. അതുകൊണ്ട് നിതീഷ് കുമാർ അങ്ങനെ ചാടി പോകാനുള്ള സാധ്യതയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ നിതീഷ് കുമാർ ചാടിപ്പോയി കഴിഞ്ഞാൽ അത് INDA മുന്നണിക്കും തലവേദന. ഞാൻ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്തയാണ്, നാഷണൽ വാർത്ത. അപ്പൊ അതിനകത്ത് കോൺഗ്രസിന് വലിയ താല്പര്യമില്ല ഈ TDPയും JDU ഒക്കെ ഈ പ്രതിപക്ഷ മുന്നണിയിലേക്ക് വരുന്നതിന്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ചെറിയവന്മാരാണെങ്കിലും അവരുടെ സഖ്യത്തിലേക്ക് പോകുമ്പോൾ ഇവർ ചെറിയവരാ. കോൺഗ്രസ് ആണ് വലിയ കക്ഷി, തൃണമൂലുണ്ട്, മറ്റേ സമാജ്വാദി പാർട്ടിയുണ്ട്, DMK ഉണ്ട്, പിന്നെ ഉദ്ധവുണ്ട്. അങ്ങനെ വമ്പന്മാരൊക്കെ ഉണ്ട്. അത്യാവശ്യം സീറ്റും ഒക്കെ അവന്മാർക്കുണ്ട്. അപ്പൊ അവിടെ ഈ ചെറിയന്മാരെ ഇവന്മാരുണ്ടും കൂടെ ചെന്ന് കഴിഞ്ഞാല് അലമ്പുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോ ഇവന്മാരെ സഹിക്കുക വലിയ ബുദ്ധിമുട്ട്. കാരണം കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികളെ കൂട്ടിക്കെട്ടി ഭരിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവന്മാരാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം, അതെ അതെ അതെ. മൻമോഹൻ സിംഗിന്റെ കാലത്താലൊക്കെ. അപ്പൊ അവന്മാർക്ക് ഈ തൊല്ലയും തലവേദനയൊക്കെ നന്നായിട്ട് അറിയാം. ഇതിൽ കൂട്ടത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ടവന്മാർ ഇവിടെ കുറച്ചൊക്കെ മെരുങ്ങി നിൽക്കും ഇന്ത്യയിൽ. പക്ഷെ ഈ INDA മുന്നിൽ ചെന്ന് ചെറിയ ആൾക്കാരൊന്നുമില്ല. പാമ്പ്, പഴുതാര, തേരട്ട, അണലി, മൂർഖൻ എല്ലാം ഉണ്ട് അവിടെ. ഇതിനെല്ലാം കൂടെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ഉഗ്രവിഷമുള്ള രണ്ട് ചെറുപാമ്പൂടാണ് അതിന് ചാടുന്നത്. ഇപ്പൊ അവന്മാർ മോദിയുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കുറച്ച് മന്ത്രിസ്ഥാനം മാത്രമാണ്. ഈ ഇവന്മാര് പ്രതിപക്ഷ മുന്നണിയിൽ, അതായത് INDA മുന്നണി ചെല്ലുവാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുകളിലുള്ള ഒരു പോസ്റ്റാണ് ചോദിക്കും. അതായത് അവന്മാർ പ്രധാനമന്ത്രി പദം തൊട്ട് താഴോട്ട്, അതായത് ഈ 28 MP-മാർക്കും ആയിരിക്കും മന്ത്രിസ്ഥാനം എല്ലാം ഉള്ളത്. അത് കോൺഗ്രസ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് അവസരം വരുമ്പോൾ നമുക്ക് ഇവരെ മറിച്ചിടാം. അതായത് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TDP JDU ഒക്കെ എന്താ പറയുന്നത് ഒരു ബോറടിച്ചിട്ട് വരുമല്ലോ. ബോറടിച്ചിട്ടുള്ള നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ NDA നിന്ന് ഈ പ്രതിപക്ഷ മുന്നണി വരാമെങ്കിൽ അതൊരു നല്ല ചാൻസ് ആണ്. പിന്നെ അവർക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ആർക്കാ? ഈ JDU TDPക്ക് പിന്നെ ഡിമാൻഡ് ഒന്നും കാണത്തില്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെ ചാടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവന്മാർക്ക് തലവേദന കൂടത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവർക്ക് തലവേദനയാണ്. ഇത് കൂടാതെ തലവേദന കൂടത്തേ ഉള്ളൂ. പിന്നെ ഈ ഫുള്ളായിട്ട് ചാടാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ചാടുമ്പോ ഈ മുണ്ടെടുത്തോണ്ട് ഒരാള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരുത്തേക്ക് ചാടുമ്പോൾ മുണ്ടുരിഞ്ഞു പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അർത്ഥനഗ്നനായിട്ട് വേണ്ട അപ്പുറത്ത് എത്താൻ നിതീഷ് കുമാർ ഇപ്പൊ ചാടുകയാണെങ്കിൽ സംഭവിക്കുന്ന അതായിരിക്കും. ഉടുതുണി ഇവിടെയും കിടക്കും പകുതി, ബാക്കി അർത്ഥനഗ്നനായിട്ട് അവിടെ ചെന്ന് കയറും. അർത്ഥനഗ്നായി നിതീഷ് കുമാറിനെ കിട്ടിയിട്ട് ഈ INDA സഖ്യത്തിന് കാര്യമുണ്ടോ? ഇല്ല. ഇനി ചന്ദ്രബാബു നായിഡുവിന്റെ കേസ് പറഞ്ഞില്ല, അയാളുടെ ചിലപ്പോൾ ഒരുപക്ഷെ പിളരില്ലായിരിക്കും. അയാൾ പോകാൻ നോക്കിയിരിക്കുന്നുണ്ട് ആന്ധ്രയിൽ നിന്നൊരുത്തം കയറാനായിട്ട്. അത് 4 സീറ്റുള്ള പാർട്ടിയാണ്. ആരാ? YSR കോൺഗ്രസ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ ഇപ്പോഴത്തെ ഒരു NDAയുടെ കണക്ക് 302 സീറ്റുകളാണ്. ഈ 302 28 പോയി കഴിഞ്ഞാൽ 274 ഉണ്ട്. അതായത് മെജോറിറ്റി കഴിഞ്ഞ് 2 സീറ്റ് കൂടുതലുണ്ട്. ഈ 4 YSRക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ ജഗൻമോഹന്റെ 4 പേര് വന്നാൽ എത്രയായി? ഈ 274 എന്നുള്ളത് 278 മനസ്സിലാവുന്നുണ്ടോ? ഈ JDUവിനെ കൂടെ പിളർത്തി ഒരു 10 സീറ്റെങ്കിലും അവന്മാർ പിളർത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മന്ത്രിസ്ഥാനം കൊടുക്കാൻ സഹമന്ത്രി ആയാലും മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അതിനകത്ത് ഒരുപാട് പേര്. അതായത് ഇപ്പൊ മന്ത്രിയായവൻ എന്തായാലും ചിലപ്പം JDU പറയുന്നത് ചിലപ്പോൾ ചാടുമായിരിക്കും. മന്ത്രി ആകാൻ കാത്തിരുന്നവരുണ്ടാവുമല്ലോ, അവൻ ഈ ചാൻസ് മുതലെടുക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 10 കൂടെ, 10 കണ്ടൊരു 5 വലിച്ചിടാൻ പറ്റിയേ 12 പേരെ ഉള്ളവരാകെ. അതിന്റെ അകത്ത് 6 വലിച്ചിടാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ സംഖ്യ എത്രയായി? 278 2 80 84 284 ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. ആർക്കാ? ഈ പറയുന്ന ഈ കടന്ന് പറയും പ്രതിപക്ഷത്തിന് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തിന് എല്ലാവർക്കും ഈ നരേന്ദ്രമോദി ഇപ്പോ 250 സീറ്റ് എന്തോ ആയെന്ന് തോന്നുന്നു മൊത്തത്തില്. ഈ നിരുപാധിക പിന്തുണ നമ്മുടെ 7 സ്വതന്ത്രരോ 11 സ്വതന്ത്രരോ നിരുപാധികമായിട്ടുള്ള പിന്തുണ BJPക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവര് BJP ആവും. ഇനി എത്ര പേര് കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് ചാടാൻ കിടക്കുന്നു? അപ്പൊ എല്ലാം ധനുഷ് പറഞ്ഞതാണ് കറക്റ്റ്. അതാണ് കറക്റ്റ് പോയി ഇപ്പൊ പറഞ്ഞ ഡയലോഗാണ്. കോൺഗ്രസിൽ നിന്ന് എത്ര പേര് ചാടാൻ കിടക്കും? അത് വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷന് മുമ്പ് ഈ BJPക്കാര് വെച്ചിരിക്കുന്ന വഴി അതുപോലെയാണ്. മഹാരാഷ്ട്രയിലുള്ള ചൗഹാൻ അടക്കമുള്ളവരെ പൊക്കി വെച്ചിരിക്കുന്നത് ഏതായാലും എന്തെങ്കിലും ഒന്ന് കണ്ടോണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിടിച്ചു വെച്ചിരിക്കുന്ന ചില റൂട്ടുകളുണ്ട്, ചില വഴികളുണ്ട്. അതൊരു പക്ഷെ ഇപ്പോഴല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു 6 മാസത്തിനകം 272 എന്ന് പറയുന്ന സംഖ്യ BJP ഒറ്റയ്ക്ക് തികച്ചിരിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അല്ല, അതിന് സാധ്യതകൾ കൂടുതലാണ്. കാരണം BJPയുടെ അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഉണ്ട് പണ്ട് തൊട്ടേ. അതായത് YEDI വാജ്പേയിയുടെ കാലം തൊട്ടേ ഉണ്ട്. അവർ പറയുന്നത് തങ്ങൾക്ക് ശത്രുക്കളില്ല, എതിരാളികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ നേരെ CPM-ന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ വർഗ്ഗശത്രു എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ആയാലും നിങ്ങളുടെ വർഗ്ഗശത്രു എന്ന് പറയും. കോൺഗ്രസ് ആയാലും ശത്രുപക്ഷത്താണ്, മറ്റുള്ളവരെ നിർത്തുന്നത്. BJP ശത്രുപക്ഷത്തിലെ എതിരാളികളാണ്. അതിന് YEDI വാജ്പേയി ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രസംഗം അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എതിരാളികൾ എന്ന് പറഞ്ഞു നമുക്ക് ഓട്ട മത്സരത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഓടുന്ന ആള് നമ്മുടെ എതിരാളിയെ ശത്രു അല്ലല്ലോ, ആണോ? അല്ല. ഓട്ട മത്സരം ചാട്ട മത്സരമൊക്കെ പോകുമ്പോൾ ശത്രു അല്ല, എതിരാളിയാണ്. അപ്പൊ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നാളെ അയാളോട്ട് പോലും ചായ കുടിക്കാൻ പറ്റും, അല്ലെ? ശത്രു ആകുമ്പോഴല്ലേ ഉള്ള പ്രശ്നം, ചായ കുടിക്കാനോ ഇല്ലെങ്കിൽ പോകാനോ. അപ്പൊ ഞങ്ങൾക്ക് ശത്രുക്കളില്ല, എതിരാളികൾ മാത്രമേ ഉള്ളൂ എന്നാണ് BJPയുടെ ലൈൻ. അതുകൊണ്ടാണ് അവർ ഈ മെഹബൂബ മുഫ്തിയുടെ PDP ഒക്കെ ആയിട്ട് ചേർന്ന് 4 കൊല്ലം കാശ്മീർ ഭരിച്ചു. നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആർക്കും. ഭീകരവാദികൾക്കൊക്കെ ഒപ്പം പാർട്ടിയോട് നിന്നിട്ടുണ്ട് അവര് നിൽക്കാത്ത ഇന്ത്യയിൽ, ഇല്ലെങ്കിൽ അവരുടെ കൂടെ ചേരാത്ത അവര് നിൽക്കാത്തതായിട്ട് ഇന്ത്യയിൽ ഒരു പാർട്ടിയില്ല. തരം കിട്ടിയ OWൈസിയുടെ പിന്തുണ കിട്ടിയാലും വേണമെങ്കിൽ അവരതും ട്രൈ ചെയ്യുന്ന യാതൊരു മടിയില്ല അവർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, തന്ത്രങ്ങളും അതിലേറെ കുതന്ത്രങ്ങളും ആണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. അത് ആവശ്യത്തിലേറെ ഇവർക്കുണ്ട്.
പിന്നെ അവർക്ക് ഒരു കാലിടറി എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരും. ഞാനത് ബി.ജെ.പിയുടെ ഒരു അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമായിട്ടോ ഇല്ല ജനം വെറുത്തത് മാത്രമായിട്ടോ ഒന്നുമായിട്ടല്ല എന്നെ കാണുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഇപ്പൊ എനിക്ക് ചെറിയൊരു ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപക്ഷെ വരും നാളുകളിൽ ആ വിശ്വാസം ബലപ്പെടും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിന്റെ പിന്നിൽ ഒരു വലിയ രീതിയിൽ, അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങൾ അടക്കമുള്ളിടത്തുനിന്ന് വലിയ രീതിയിൽ ഒരു 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 വലിയ ഒരു കാര്യങ്ങൾ ഒരു അടിയൊഴുക്കിനും സഹായകരമായ ഒരു വലിയ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ആ മൂവ്മെന്റ് എന്താണെന്നുള്ളത് ഇനി പുറം ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് പണമായിട്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻഫ്ലുവൻസ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായിരുന്നു എന്നൊക്കെ. കാരണം വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ പലയിടത്തും കാണിക്കുന്നത് ചില വിഭാഗത്തിൽ ഒരു ഏകീകരണം ഉണ്ടായതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്, എന്നാൽ ചില ഇടത്തെ ഏകീകരണം ഉണ്ടായിട്ടില്ലതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ 5-6 മാസത്തിനുള്ളിൽ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരാം. അതൊക്കെ എന്റെ ഒരു സംശയങ്ങൾ മാത്രമാണ്. പക്ഷെ അല്ല, ഈ സംശയം പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലും അത് ബലപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇന്നലെ തന്നെ ഞാൻ സംസാരിച്ച പല ആൾക്കാരും വളരെ വസ്തുതാപരമായിട്ട് ഇത് പറയുന്നത് കേട്ടു. പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യം പോലും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടി എന്ന് പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അല്ലല്ല, അവിടെ ഒരു തിരുത്തുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ട് അന്ന് വൈകിട്ടാണ് ഒരു വലിയ വാർത്ത നമ്മുടെ നാഷണൽ മീഡിയസ് എല്ലാം ബ്രേക്ക് ചെയ്തത്. അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തോൽപ്പിക്കാൻ വേണ്ടി വിദേശ കമ്പനി, അതായത് ഇസ്രയേലിലെ സർക്കാരിന്റെ നേരിട്ടുള്ളതല്ല, ഇസ്രയേലി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിനു വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയത്. അത് തകർക്കാൻ കേന്ദ്ര സർക്കാരിനായി എന്നായിരുന്നു വാർത്തയെങ്കിലും അതൊക്കെ ഇതിനകത്ത് വലിയ ഘടകം തന്നെയാണ്. ഒരു 5-6 മാസം കഴിയുമ്പോൾ നമുക്ക് 5-6 മാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് മോദി സർക്കാർ ആയതുകൊണ്ട് എന്തായാലും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പുറത്തു വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ഈ വിദേശ സംഘടനകള്, വിദേശ മാധ്യമങ്ങൾ, അവർ വഴി ഇന്ത്യയിലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എൻജിഒകൾക്ക് വേണ്ടി കൊടപിടിച്ചിട്ടുള്ള അനവധി മീഡിയാസുകൾ, ഇതെല്ലാം അനവധി കട്ടുകളുണ്ട്. അതെല്ലാം പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബിജുചേട്ടന്റെ ആ ഒരു നിതീഷ് കുമാർ മുണ്ട് പറഞ്ഞു, അതൊരു അന്യായ ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ. ഞാൻ അല്ല, നമ്മള് പോയി. അല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നുള്ളത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അതായത് ഇനി വരാൻ പോകുന്ന സമയത്ത് വലിയ വലിയ തീരുമാനങ്ങൾ വരാൻ പോവാണ്. 1-2 സർക്കാരുകൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പല തീരുമാനങ്ങളും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്രം വരെ എത്തി നിൽക്കുകയാണ് ആ കാര്യങ്ങൾ. ഇപ്പൊ ഇനി വരാൻ പോകുന്നത് UCC, ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, അങ്ങനെയുള്ള പല കാര്യം. മണിപ്പൂർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അവിടെ ഒന്ന് അകത്ത് കയറിയിട്ടൊന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള അടിയാണത്. അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ സഖ്യകക്ഷികൾ ഒരു തലവേദനയായിരിക്കുമോ? ഇതുകൂടെ പറഞ്ഞു നിർത്താം. അല്ല, ഈ സഖ്യകക്ഷികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ബി.ജെ.പി മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളോട് എതിർപ്പില്ല. അവരോട് ചർച്ച ചെയ്യണമെന്ന് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അവർ മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾക്ക് ബി.ജെ.പിക്ക് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം സംവരണം പോലുള്ള വിഷയങ്ങളിലൊക്കെ TDP ഒക്കെ വാഗ്ദാനം ആണ്. അപ്പൊ അതിനൊക്കെ ബി.ജെ.പിക്ക് എതിർപ്പുണ്ട്. പിന്നെ അത് കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും അവർക്ക് ബി.ജെ.പിയുടെ ലൈനുമായിട്ട് മുമ്പോട്ട് പോവുകയേ പറ്റൂ. അപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ സഖ്യകക്ഷികളെ മാത്രം കണ്ടുകൊണ്ടായിരിക്കില്ല അവരവരുടെ കാര്യങ്ങൾ നീക്കുന്നത്. ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി എത്ര പേര് അവരെ ചാടിച്ച് കൊണ്ടുവരുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അവരവരുടെ വാഗ്ദാനം അവർക്ക് നിറവേറ്റാതിരിക്കാനും കഴിയില്ല. കാരണം 2025 RSS 100-ാം വാർഷികം. അതിനു മുമ്പ് ബി.ജെ.പിക്ക് ഏറെക്കുറെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും വേണം. അപ്പൊ ഒരുപക്ഷെ ഈ JDU-യും TDP-യും കണ്ടുകൊണ്ട് മാത്രം മോദി മുമ്പോട്ട് പോകാൻ മാത്രം ഒരു ഒരു മനസ്സുള്ള വ്യക്തി, അങ്ങനത്തെ ഒരു ബുദ്ധിമോശം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഇതെല്ലാം അറിയാവുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ അവർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം JDU-ന്റെ നേതാക്കൾ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് ഞങ്ങൾ എതിരൊന്നും അല്ല, ഞങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്നവർ പറഞ്ഞു. അത് TDP-ക്ക് വലിയ റോളില്ല. കാരണം ഈ രണ്ട് പാർട്ടികളും നാഷണൽ പാർട്ടികളല്ലല്ലോ, ദേശീയ പാർട്ടികളല്ല, പ്രാദേശിക പാർട്ടികളാണ്. ഇപ്പം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിക്കൊണ്ടൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഇവരുടെ വോട്ട് ബാങ്കുകൾക്കൊക്കെ വലിയ കുറവുകളൊന്നും വരത്തില്ല. അങ്ങനെ ഇവര് വലിയ രീതിയിൽ ഇതിനെ എതിർക്കുന്നവരൊന്നും ഇവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ വലിയ രീതിയിലൊക്കെ എല്ലായിടത്തും കയറി വരേണ്ടതായിരുന്നു. അങ്ങനൊന്നുമില്ല. ഇതിപ്പം എന്തായാലും ഇവര് പറഞ്ഞത് നടപ്പാക്കും. പക്ഷെ അത് ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം വെച്ചാൽ ഇനി വൈകാൻ സമയമില്ല. കാരണം എനിക്ക് തോന്നുന്നു ബാക്കി എവിടെന്നെങ്കിലും ഒക്കെ ആൾക്കാരെ എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ അവരുടെ ചാക്കിനകത്തേക്ക് ആള് കയറി നിറഞ്ഞു കഴിഞ്ഞാല് ആ കയറി നിറഞ്ഞ് അവർ ജോയിൻ ചെയ്യുന്ന ആ ദിവസം തന്നെ ഇവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ഒറ്റയടിക്ക് നടപ്പാക്കും. കാരണം ഈ വന്നവന്മാർക്ക് വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പാക്കുകയും ചെയ്യും ഒറ്റയടിക്ക്.
പിന്നെ അതൊക്കെ അവർ ചെയ്യും, അതൊന്നും യാതൊരു ഡൗട്ടും അതായത് ഇല്ല, തന്നെ അതൊക്കെ നമ്മളെ അവർ ഏറ്റവും ചെയ്യും. കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ബില്ലുണ്ട്, കൺവേർഷൻ ബില്ല്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതൊക്കെ വരണം, ഇനി വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ല അല്ല ധനുഷ്, ഇതിനകത്ത് സാധനം ഈ ഏകീകൃത സിവിൽ ഉം. കോഡിന്റെ ബില്ല് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കുറെ അധികം ബില്ലുകൾക്ക് ഒരു പരിഹാരമാണ് ഈ പറയുന്ന ഉം. കാര്യങ്ങളൊക്കെ. കാരണം പിന്നെ അമെന്റ്മെന്റ് നടത്തി പോയാൽ മതി. അതെ മനസ്സിലാവുന്നുണ്ടോ? അതെ അതെ, ഒറ്റ ബില്ലിനകത്ത് മനസ്സിലാവുന്നു. ഈ സാധനങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ബില്ലുകൾ പറയുന്നുണ്ട്, ഈ ഉം. ജനസംഖ്യാ ബില്ലുകൾ പറയുന്നത്, ഇതിന്റെ എല്ലാ മറ്റേ എന്താ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നത്. പിന്നെ അതിനകത്തുള്ള ഉം. ഈ സബ് ഡിവിഷൻസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇനി അതിനകത്ത് പിന്നെയും മാറ്റം വരുന്നുണ്ടെങ്കിൽ അമെന്റ്മെന്റ് മാത്രം മതിയാകും അതിന്. മനസ്സിലാകുന്നുണ്ടോ? അതെ അതെ അതെ. ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ ബി.ജെ.പിയുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞ പല ബില്ലുകളും ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. ഒരു ഉം. പാക്കേജ് നമ്മൾ പറയുന്നില്ലേ, എരിവും പുളിയും ഉം. ഉപ്പും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ഇതിനകത്ത് അല്പ ഉം. സ്വല്പം എരിവും പുളിയും ഉപ്പ് കുറവാണെങ്കിൽ ഒരു ഭേദഗതിയിലൂടെ അത് കൊണ്ടുവന്നാൽ മാത്രം മതിയാകും, ഉം. അല്ല പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എന്തായാലും അണ്ണാ, സന്തോഷം. നമ്മുടെ നിതീഷ് കുമാറിന്റെ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. നല്ല ചർച്ചയായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്ത സബ്ജക്റ്റോട്ട് പിന്നെ ഇരിക്കാം. ശരി. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.